കൊടകിന്ന് മിസ്സായിട്ടുള്ള ശരണ്യ. അതെ, ഇപ്പൊ എല്ലാവരുടെ വായിലും ശരണ്യയുടെ കേസാണ് ഇപ്പൊ വന്നുകൊണ്ടുള്ളത്. അതായത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ശരണ്യ ട്രക്കിങ്ങിന് പോയിട്ടുള്ള ഹില്ലുള്ളത്. കക്കബെ എന്ന് പറയുന്ന നാപ്പോക്കിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ശരണ്യയുടെ ബ്രദർ, അതായത് ശ്യാം, നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ജസ്റ്റ് അന്വേഷിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ശരണ്യ പറയുന്ന പെൺകുട്ടി കോഴിക്കോട് ആണ് ഇവരുടെ നാട്. വേറെ സ്ഥലത്തേക്കൊക്കെ ട്രക്കിങ്ങിന് പോവാറൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈം അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കമന്റിലൊക്കെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ കമന്റ് അടിക്കുന്നു ഒറ്റക്കായിരുന്നു. ഇവള് ശരിക്കും പറഞ്ഞാൽ ഒറ്റക്ക് തന്നെ ആയിരുന്നു. കൂടെ ഇവിടെ എത്തിയപ്പോൾ വേറെ ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹില്ലിലേക്ക് പോയപ്പോൾ അവൾ ഒറ്റക്കായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന ഹില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഹില്ലൊന്നും അല്ല. അതായത് 10-18 കിലോമീറ്റർ ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ. ഞങ്ങളിങ്ങനെ പോയി വരുന്നൊക്കെ ഞാൻ പോയിട്ടുള്ള ഹില്ല് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടകിൽ മഴയൊക്കെ പെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കണ്ണൊന്നും ജസ്റ്റ് തുറക്കാൻ വരെയില്ല, അത്രയും മിസ്റ്റാണ്. അപ്പോൾ ആ ഫോഗൊക്കെ ആയിട്ട് നമ്മൾ കണ്ണൊന്നും തുറക്കാനില്ല. പിന്നെ എന്തോ വഴി മാറിയത് എന്നൊക്കെയാണ് പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഐഫോണാണ് കയ്യിലുണ്ടായിരുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചാൽ കിട്ടുന്നില്ല. 3 ദിവസമായിട്ട് ഫുള്ളും തെരച്ചിൽ തന്നെയാണ്. പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയുക, ഞാനും സോളോ ട്രാവലൊക്കെ ചെയ്യലുണ്ട്. അപ്പം ഇങ്ങനത്തെ കാണുമ്പോൾ എനിക്കും ഒരു പേടി, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഒരു പേടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഇപ്പം നമ്മളെ നാടായതുകൊണ്ട് ഈ നാടിനെ കുറിച്ചിട്ട് അറിയാം, ഈ ഹില്ല് എന്താണെന്ന് അറിയാം. കാടാനൊക്കെ വരുന്ന സ്ഥലമാണ്. പിന്നെ എന്താ പറയുക, ഇവർ ഇപ്പം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ടോട്ടലി ഇപ്പം ആർക്കും ഒന്നും അറിയില്ല. നമ്മളുടെ ഭാഗത്ത്, അതായത് നമ്മളെ കർണാടക ഗവൺമെൻറ്, നമ്മളുടെ നാട്ടിലുള്ള പോലീസുമാരോ ഒക്കെ അവിടെ തന്നെ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഒക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്, വേണ്ടിയ പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. ഇവിടുത്തെ ഭാഗത്തുനിന്ന് എന്താ പറയുക, ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടുള്ളത്.